ജയിലിനുള്ളിൽ കിടക്കുന്നവർ മുഴുവൻ ഒരുതരം ഹിംസ്ര മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു ധാരണയുണ്ട്. വിഷം പാനം ചെയ്ത പരമശിവന്മാരാണ് ജയിൽ ഉദ്യോഗസ്ഥർ. നിരന്തരമായിട്ട് കുറ്റവാളികളെ മാത്രമാണ് കാണുന്നത്. രാവിലെ നേരം വെളുത്ത സമയത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എസ്കേപ്പ് നടക്കും. എസ്കേപ്പ് ചെയ്ത സ്ഥലത്ത് ടൂത്ത് ബ്രഷ് കുത്തിവെച്ചിരുന്നു. സൗമ്യയുടെ ആത്മഹത്യ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഞാൻ. 2 വിഭാഗം ജീവനക്കാർ അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന ഒരിടവേളയിലാണ് അവർ അവിടുത്തെ പറങ്കിമാവിൽ തൂങ്ങി മരിക്കുന്നത്. ദിലീപ് റിമാൻഡ് പ്രതിയായിരുന്ന സമയത്തെ ഫുൾ താടി വളർത്തി ദൃശ്യങ്ങളാണല്ലോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. റിമാൻഡ് പ്രതികൾക്ക് ഷേവ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഉണ്ടോ? ഇപ്പോൾ ഈ ഗോവിന്ദചാമിനെ പോലെയൊക്കെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വൃത്തിയാക്കേണ്ട ചുമതല ആ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റേതാണ്. സിനിമകളിലൂടെയും കഥകളിലൂടെയും മാത്രം നമുക്ക് കണ്ടും കേട്ടും പരിചയമുള്ളൊരു ലോകമാണ് ജയിലിനകം എന്നത്. നമുക്കത്ര പരിചിതമല്ലാത്ത ആ ലോകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച് പിന്നീട് DIG ആയി വിരമിച്ച ശ്രീ സന്തോഷ് S ആണ്. സ്വാഗതം സർ. കുറ്റം ചെയ്തവർക്ക് നൽകാവുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് തടവ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ യാതൊരു കുറ്റവും ചെയ്യാതെ ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമായി തോന്നാറുണ്ട് പലപ്പോഴും പ്രിസൺ ഓഫീസർമാരുടെ ജീവിതം എന്നത്. ജയിൽ ആനന്തരമുള്ള ഒരു ജീവിതത്തെ താങ്കളുടെ സർവീസ് കാലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? 32 വർഷക്കാലം ഞാൻ ജയിലിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്ന ഒരാളാണ്. ഒരു ദിവസവും മറ്റൊരു ദിവസവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആയിപ്പോകുന്നു എന്നാണ് എൻ്റെ കീഴുദ്യോഗസ്ഥർ ഒരുപാട് പേര് എന്നോട് പലപ്പോഴും പരാതിപ്പെട്ടിട്ടുള്ളത്. എൻ്റെ സർവീസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ സാമൂഹ്യ ജീവിതം ഒക്കെ ആസ്വദിക്കാനും അതിനകത്ത് ഇടപഴകാനും ഒക്കെ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ തൊട്ട് മുമ്പിലത്തെ തലമുറ ഒട്ടും ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ഇല്ലാതെ ജയിലിനുള്ളിൽ ജീവപര്യന്തം 2-3 ജീവപര്യന്തം അനുഭവിച്ച് ഇറങ്ങി വന്നവരാണ്. അവർ ഒരു സമൂഹത്തിൽ തിരിച്ചു വരുമ്പോൾ മിസ്ഫിറ്റായിട്ട് തോന്നുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ജയിലിന് പുറത്തൊരു ലോകമില്ല. ജയിലിന് പുറത്തെ ലോകത്തോട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പലപ്പോഴും വിഷമകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നവരായിരുന്നു ഒരു തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന ജയിലുദ്യോഗസ്ഥർ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ഭേദപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രിസൺ ഓഫീസറുടെ ഒരു ദിവസത്തെ ഒരു ജയിൽ ജീവിതം ഒന്ന് പറയാമോ? സാധാരണ രീതിയിൽ 12 മണിക്കൂർ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡ്യൂട്ടി ക്രമങ്ങളാണ്. ജയിലിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അൺലോക്ക് എന്ന് പറയുന്ന അന്തേവാസികളെ തുറക്കുന്ന നടപടി, അതുപോലെ തന്നെ അന്തേവാസികളെ പൂട്ടുന്ന നടപടി, ലോക്കപ്പ്. അൺലോക്ക് രാവിലെ 6 മണിക്കാണ്, ലോക്കപ്പ് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോൾ ഈ രാവിലെ 6 മണിക്ക് ഒരു വിഭാഗം ജീവനക്കാർ അൺലോക്കിന് വേണ്ടിയിട്ട് ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുക. AP-മാരാണ് പ്രധാനമായിട്ട്. അവർ കയറുമ്പോൾ ആദ്യം നോക്കുന്നത് തടവുകാരുടെ എണ്ണം പരിശോധിക്കുന്നു. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക നടപടികൾക്ക് വേണ്ടിയിട്ട് അവർ പുറത്തിറങ്ങുകയാണ്. മുറികൾക്ക് പുറത്ത് കുളിക്കുന്നവർക്ക് കുളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക, ചായ പോലെയുള്ള വിതരണം നടത്തുക, ജോലിക്ക് വിടേണ്ടവരെ ജോലിക്ക് അയക്കണം, അതുപോലെ തന്നെ പഠിക്കാൻ പുറത്തു പോകേണ്ടവരെ പഠിക്കാൻ വേണ്ടി പുറത്തയക്കണം, പുറത്തെ ഹോസ്പിറ്റലിൽ പോകേണ്ടവരെ പുറത്തെ ഹോസ്പിറ്റലിൽ അയക്കണം. അതൊക്കെ തലേ ദിവസം തന്നെ ചാർട്ട് ചെയ്യപ്പെടും. ടവർ എന്ന് പറയുന്നത് ജയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണ കേന്ദ്രവും അധികാര കേന്ദ്രവുമാണ്. അധികാര കേന്ദ്രത്തിൽ നിന്ന് അപ്പോഴപ്പോഴുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതായത് ബ്ലോക്കുകളിലേക്ക്. ജയിലിനുള്ളിൽ തടവുകാരുടെ എണ്ണം നിരന്തരമായിട്ട് ഓരോന്നും കൗണ്ടാണ്. ഭക്ഷണം കൊടുക്കുന്നത് കൗണ്ടാണ്, പുറത്തിറക്കുന്നത് കൗണ്ടാണ്, എത്ര പേര് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, ഇതൊക്കെയും എണ്ണം അത് കൃത്യമാക്കി നിലനിർത്തുകയും ചെയ്യുക. ഒരാൾ ഓഫീസിലേക്ക് പോയി, ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോയി, ഒരാൾ ബാർബറിലേക്ക്. ഇങ്ങനെയുള്ള ഒരു ജയിലിനുള്ളിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ ജോലികളും ഒരു മേജർ ജയിലിൽ നടക്കും. ഈ ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരെ ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ജയിൽ അന്തേവാസികളുടെ ജയിൽ ചാട്ടും മരണവും ഒക്കെയാണ്. അത്തരം എന്തെങ്കിലും സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിനെങ്ങനെയാണ് അതിജീവിച്ചത്? 93 കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഒരു വാർഷിക ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി വലിയൊരു വർക്കൊക്കെ നടത്തി. പലപ്പോഴും ജയിലിനുള്ള എസ്കേപ്പ് ഒന്നുകിൽ സന്ധ്യയ്ക്ക്, അതായത് ലോക്കപ്പിന് തൊട്ട് മുമ്പ്, അതല്ലെങ്കിൽ പുലർച്ചെ അൺലോക്ക് സമയത്ത്. ഈ സമയമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള സമയം. ആ സമയത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ബാക്കിലത്തെ ഒരു മതിൽ
ചാടി 2 തടവുകാർ എസ്കേപ്പ് ചെയ്തു. 3 പേരാണ് അത് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിലൊരാൾക്ക് പോകാൻ സമയം കിട്ടിയില്ല. മറ്റ് 2 പേര് എസ്കേപ്പ് ചെയ്തു. അത് പുറത്തു നിന്നുള്ള സഹായം കിട്ടി എന്നാണ് ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ. അന്ന് അതിൻ്റെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പിൻവശം മുഴുവൻ പറങ്കിമാവിൻ്റെ തോട്ടങ്ങളാണ്. ആ പറങ്കിമാവിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ജയിലിനുള്ളിലേക്ക് ഒരു കയറ് ഇട്ടുകൊടുത്ത് അതിൽ പിടിച്ച് 2 തടവുകാർ മതിൽ ചാടി അടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി എസ്കേപ്പ് ചെയ്യുക ചെയ്തു. അവർ വയനാട്ടിലേക്ക് പോയി. പിന്നീട് വയനാട്ടിൽ നിന്ന് അവരെ 2 പേരെ റീഅറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുള്ള സൂചന തന്നത് 3ാമത്തെ എസ്കേപ്പ് ചെയ്യാൻ സാധിക്കാതെ പോയ ആളാണ്. അപ്പോൾ അവർ എസ്കേപ്പ് നടന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എസ്കേപ്പ് ചെയ്ത സ്ഥലത്ത് ടൂത്ത് ബ്രഷ് കുത്തിവെച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ടൂത്ത് ബ്രഷുമായിട്ട് പല്ല് തേക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തുപോയ ആള് ആ മതിലിൻ്റെ സൈഡിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഈ പുറത്ത് നിന്ന് അകത്തേക്ക് ഇട്ടിരിക്കുന്ന കയറിൽ തൂങ്ങി പുറത്ത് കിടക്കുകയാണ്. പുറത്ത് മതിൽ പരിശോധിച്ചപ്പോൾ ഈ തൂങ്ങി അപ്പുറത്തേക്ക് ഇറങ്ങാൻ ഉപയോഗിച്ച കയറിൻ്റെ കഷ്ണങ്ങൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ സൂചന. എസ്കേപ്പ് പലപ്പോഴും കുറേ കാലം നീണ്ടു നിൽക്കുന്ന പ്ലാനിങ്ങിൽ അതിന് വേണ്ട പുറത്തു നിന്നുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് അത് നടക്കുക. വളരെ പ്രമാദമായിട്ടുള്ള എസ്കേപ്പാണ് ശിവജി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നടത്തിയ എസ്കേപ്പ്. ശിവജി എസ്കേപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോട്ടയത്ത് കേസിന് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സൂപ്രണ്ട് വളരെയധികം മുൻകരുതലുകൾ എടുത്തു. സൂപ്രണ്ടിന് അദ്ദേഹത്തിൻ്റെ മുറിയുടെ ജനാലയിലൂടെ നോക്കിയാൽ കാണുന്ന മുറി, ആ മുറിയാണ് ശിവജി എപ്പോൾ കേസിന് കോട്ടയത്ത് വന്നു കഴിഞ്ഞാലും അയാളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത മുറി. പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ഈ ഒരു പ്രത്യേക സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിവജി എസ്കേപ്പ് ചെയ്തു. തുടർച്ചയായിട്ട് കുറേ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ശിവജിക്ക് മനസ്സിലായി ഈ മുറിയിലാണ് എന്നെ പാർപ്പിക്കുന്നത്. ആ മുറിയുടെ താക്കോൽ ശിവജി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതുപയോഗിച്ച് പൂട്ട് തുറന്നു. പുറത്തേക്ക് ചാടിയത് ഗേറ്റിൻ്റെ മുകൾ വശത്തു നിന്നുള്ള ചെറിയ ഒരു ഗേറ്റിൻ്റെ വാതിലുകൾക്കും ഇടയിലുള്ള ഒരു ചെറിയ സ്പേസിലൂടെ അയാൾ എസ്കേപ്പ് ചെയ്തു. പാറാവ് ഗേറ്റിൽ ഫുൾ ടൈം രാത്രി ഉണ്ടാവില്ല. ഇറങ്ങി അയാളുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കയ്യിൽ അയാൾ സോപ്പിൽ ഇത് പതിപ്പിച്ചു കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ പിന്നീട് കണ്ടെത്തിയിട്ടുള്ളത്. ഡോറിന് മുകളിൽ വെച്ചിരിക്കുന്ന കമ്പിയിൽ തട്ടിയിട്ട് മസിൽ നന്നായിട്ട് മുറിഞ്ഞു. പക്ഷേ ഈ മുറിവുമായിട്ട് അയാൾ നടന്ന് പോയി വയൽ അരികിലുള്ള പമ്പ് ഹൗസിൽ 24 മണിക്കൂർ ഇരുന്നു. മഴവെള്ളം വീഴുന്നത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കുടിച്ചാണ് അയാൾ ദാഹം അകറ്റി ഇത്രയും വലിയൊരു മുറിവായിട്ടിരുന്നത്. ഏതാണോ ഒരു അധികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു സെക്യൂരിറ്റി മുൻകരുതൽ, ആ സെക്യൂരിറ്റി മുൻകരുതലിനെ അവർ ഉപയോഗപ്പെടുത്താൻ ശേഷിയുള്ള അത്ര ബ്രില്യൻസ് ഉണ്ട് അവർക്ക്. ഇനി ഒരുവിധം രക്ഷപ്പെടുന്ന ആളുകളെ എല്ലാം പിടിച്ച ചരിത്രമാണല്ലോ ഉള്ളത്. അങ്ങനെയുള്ളൊരു ചരിത്രം നിലനിൽക്കെ ഇവർ പിന്നെ എന്തിനാ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ശിക്ഷാ കാലാവധി വീണ്ടും കൂടും, പരോളിൽ പുറത്ത് വരുന്നതിനൊക്കെ പിന്നീട് ലിമിറ്റേഷൻസ് വരുമല്ലോ. നമ്മൾ പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്നവർ ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തിയിട്ട് ആ നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാതിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു പാഠമുണ്ടല്ലോ, മനഃശാസ്ത്ര പാഠം. മനുഷ്യൻ്റെ അത്രയും സ്വാതന്ത്ര്യ വാഞ്ചയുള്ള ഒരു ജീവിയില്ല. കുറഞ്ഞ നേരത്തെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അതെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർ അതിനുശേഷം സറണ്ടർ ആവുന്നവരുണ്ട്, ചിലർ പിടി കൊടുക്കുന്നവരുണ്ട്, ദീർഘകാലം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കുറ്റവാളിനെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അയാളെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കുക, സ്വാതന്ത്ര്യം അയാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഈ കൊടും കുറ്റവാളികൾ ശിക്ഷിച്ചിട്ട് ജയിലിനുള്ളിൽ എന്തിനാ പാർപ്പിക്കുന്നത്, തടവല്ല കൊടുക്കേണ്ടത്, പകരം വധശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു പൊതു അഭിപ്രായം പൊതുവേ കേൾക്കാറുണ്ട്. ശരിക്കും ഒരു കുറ്റവാളിക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് തടവാണോ അതോ വധശിക്ഷയാണോ? വധശിക്ഷയോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു യോജിപ്പുമില്ല. മറ്റു മാർഗമില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നതിന് തുല്യമാണ് വധശിക്ഷയ്ക്ക് അനുകൂലമായി ഒരു പ്രിസൺ ഓഫീസർ സംസാരിക്കുന്നത്. കറക്ഷനാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരാളിനെ ഇല്ലാതാക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിലൂടെ ഈ സിസ്റ്റം നമ്മൾ പരാജയപ്പെടുകയാണ്. അങ്ങനെ ഏറ്റവും സംതൃപ്തി നൽകിയ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു പരിണാമം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ട്.
80% മടങ്ങി വരാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം. 2011 അവസാനിച്ച മന്ത്രിസഭ കുറേ തടവുകാരെ റിലീസ് ചെയ്തു. ഹൈക്കോടതി ഈ നടപടി ശരിയല്ല എന്ന് പറയുകയും അങ്ങനെ മാസമായിട്ട് തടവുകാരെ റിലീസ് ചെയ്യുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിലീസായി പോയ തടവുകാരെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചു. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും നിയമാനുസാരിയായിട്ട് ജീവിക്കുകയും ന്യായമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. 80%-നൊക്കെ മുകളിലാണ് നമ്മളുടെ ഒരു സക്സസ് റേറ്റ്. പഠനത്തിലൂടെ രക്ഷപ്പെട്ട തടവുകാരുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള തടവുകാർ, 3-4 വർഷക്കാലം ഞാൻ ആ തടവുകാരനുമായിട്ട് നേരിട്ട് ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അയാളെ ഒരു ട്രെയിൻ യാത്രയിൽ കാണും. ഞാൻ ട്രെയിനിൽ ഒരു സീറ്റിലിരിക്കുന്നു, അയാൾ നേരെ ഓപ്പോസിറ്റിൽ അയാളിരിക്കുന്നു. ഭയങ്കര രംഗം. പക്ഷേ ഒരിക്കലും അയാൾ എന്നോട് പരിചയം ഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാനുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്നോ അയാൾ ഭാവിച്ചേയില്ല. പക്ഷെ അത് ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? എനിക്ക് ഒരു ഹേർട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ജയിൽ ഉദ്യോഗസ്ഥനും ഒരു തടവുകാരൻ്റെയും കൃതജ്ഞതാ നിർഭരമായിട്ടുള്ള റെസ്പോൺസ് ആഗ്രഹിക്കരുത്. ഇപ്പോൾ ഇറങ്ങാൻ നേരത്ത് അയാൾ സർ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഇത് എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട അനുഭവമാണ്. അയാൾ പെട്ടെന്ന് എന്നെ കണ്ടു ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, സാറ് ചെയ്ത സഹായങ്ങളെല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഭേദം അയാൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പോട്ടെ സർ എന്ന് ചോദിച്ചിറങ്ങി പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു തടവുകാരനെയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരോട് പറയുന്നത് ഇനി ഈ വഴി വരരുത് എന്നും ഈ ഗേറ്റ് കടക്കരുത് എന്നും ഇനി നമ്മൾ മുഖദാവിൽ കാണാനിടവരരുത് എന്നുമാണ്. ഏതൊക്കെ രീതിയിലും കൗൺസിലിംഗ് കൊടുത്തിട്ടും നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടും കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒക്കെ ഒരു തരത്തിലും നന്നാവാത്ത തരത്തിലുള്ള പ്രകൃതം ആളുകളെയും ഉണ്ടാവും. അത് ഒരു 5% പേരെങ്കിലും അങ്ങനെയുണ്ട്. അവർ ജയിലിൻ്റെ സെറ്റപ്പിൽ നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കാമെന്ന് സമ്മതിക്കും. പക്ഷേ അടുത്ത നിമിഷം അവർ അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ അവർ ചെയ്യേണ്ടത് എന്താണോ, അവരുടെ മനസ്സിൻ്റെ വ്യാപാരം എങ്ങനെയാണോ അതിൽ തന്നെ പോവുകയും ചെയ്യും. ഈ ജയിലിനുള്ളിൽ അന്തേവാസികൾ മരിച്ച ഏതെങ്കിലും ഒരു വലിയ ദുരനുഭവം വല്ലതും പങ്കുവയ്ക്കാനുണ്ട്? മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ ഒരു മരണം. അത് ഒരു തടവുകാരൻ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ പിറ്റേ ദിവസം അയാൾ ആ മുറിയിൽ സെൽ റൂമിൽ മരിച്ച നിലയിൽ അയാളെ കാണുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അയാളുടെ തൊണ്ടയിൽ ഒരു കർച്ചീഫ് കുടുങ്ങിയതായിട്ട് കാണുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ ദുരൂഹമായിട്ടുള്ള മരണം. അതുപോലെ നമ്മൾ ഇതുവരെ ഇല്ല, തെളിഞ്ഞിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള ക്രൈംബ്രാഞ്ച് മനസ്സിലായിട്ടേ ഇല്ല. അയാളെ വന്നപ്പോൾ മുതൽ അയാൾ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. മറ്റുള്ള തടവുകാരുടെയൊക്കെ ബിസിനസ് നമുക്ക് കാണാം. പക്ഷേ ഈ തടവുകാരൻ ആ സമയത്ത് CCTVയുടെ ചില ദൃശ്യങ്ങളിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അയാൾ അന്ന് വന്ന് കിടന്നതാണ്, എണീറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ എങ്ങനെ അയാൾക്ക് സ്വയം അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? വിചിത്രമായിട്ടുള്ള മരണം. ഇതൊക്കെ ജയിലിനുള്ളിൽ സംഭവിക്കുന്നത്. ആത്മഹത്യകൾ, ജയിലിനുള്ളിൽ ആത്മഹത്യകൾ നടക്കുന്നു. അപ്പോൾ കണ്ണൂർ സൗമ്യ എന്ന് പറഞ്ഞ സൗമ്യയുടെ അത് നമുക്ക് ഭയങ്കര വിചിത്രമായിരുന്നു. കാരണം അവർ അത്രയും വലിയ കുറ്റം ചെയ്തൊരു സ്ത്രീയാണ്. മക്കളെയും അച്ഛനെയും അമ്മേനെയും ഒക്കെ കൊന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ മരിക്കുമ്പോഴേ ആ വാർത്ത കേൾക്കുമ്പോൾ അത് ആത്മഹത്യ ആയിരിക്കില്ല എന്നൊക്കെ ഒരു തോന്നിപ്പോവാണ്. സൗമ്യയുടെ ആത്മഹത്യ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഞാൻ. സൗമ്യ ജയിലിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തടവുകാരുടെയും വിശ്വാസം ആർജിച്ച ഒരു തടവുകാരിയാണ്. അവർ രാവിലെ തൊഴുത്തിലെ ജോലി സ്വീകരിക്കുന്നു. പക്ഷേ തൊഴുത്ത് വൃത്തിയാക്കുന്ന ആളായതുകൊണ്ട് അവർക്ക് കുറച്ച് നേരത്തെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഒറ്റയായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നു. വിശ്വസ്തമായിട്ട് ജോലി ചെയ്യുന്നതായതുകൊണ്ട് മറ്റ് ജീവനക്കാരുടെ ഒന്നും ഒരു നിരീക്ഷണത്തിൽ നിന്ന് അവർ കുറച്ച് നേരത്തേക്ക് ഫ്രീ ആവുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഏതാണ്ടൊരു ഓണക്കാലമാണ്. മറ്റെല്ലാ തടവുകാരും പൂക്കളം ഉണ്ടാക്കുന്നതിനും പൂക്കൾ ഇറക്കുന്നതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് ജീവനക്കാരുടെയും ശ്രദ്ധ ആ ഭാഗത്തേക്ക് ആടുന്ന സമയത്ത് ആണ് ഇവർ തൊഴുത്തിലെ എല്ലാ ജോലികളും നിർവഹിച്ചതിന് ശേഷം മടങ്ങി വന്നിട്ട് മറ്റുള്ളവരുടെ ഒന്നും ശ്രദ്ധയില്ലാത്ത സമയത്ത് 2 വിഭാഗം ജീവനക്കാർ അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന ഒരിടവേളയിലാണ് അവർ അവിടുത്തെ പറങ്കിമാവിൽ ഇത് ചെയ്യാൻ വേണ്ടി എന്തുപയോഗിച്ചിട്ടാണ് അവർ ഒരു ഷാൾ ഉപയോഗിച്ചിട്ടാണ് അവർ തൂങ്ങി മരിക്കുന്നത്. ഷോളൊക്കെ കൊടുക്കുക ശരിക്കും ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ അവർ വന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അവർ മുറിയിൽ വന്നു, ഡ്രസ്സ് മാറി. അപ്പോൾ അവർ ഏതൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച്
ധാരണയില്ല. പിന്നെ അത്രയും അധികം അന്തേവാസികൾ ഉണ്ടാകുമ്പോൾ ഓരോ ന്യൂവാൻസസ് ശ്രദ്ധിക്കാന്നുള്ള അതിന് മാത്രമുള്ള ജീവനക്കാരും ഇല്ല, ജീവനക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ളത് വലിയൊരു പരിമിതിയാണ് ജയിലിനെ സംബന്ധിച്ചിടത്തോളം. ഈ മരണവും ആത്മഹത്യ പിന്നെ ഈ പറഞ്ഞ പോലെ ജയിൽ ചാട്ടമൊക്കെ പോലെ തന്നെ ജീവനക്കാരെ സംബന്ധിച്ച് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടം ഈ അന്തേവാസികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ക്ലാഷസ്, അടിപിടിയൊക്കെ ആയിരിക്കും. അതിവിടെ നമ്മുടെ ജയിലുകളിലൊക്കെ വളരെ സാധാരണമായിട്ട് നടക്കുന്നതാണോ? ചില തടവുകാർ മറ്റുള്ളവരുടെ പുറത്ത് ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. കുറച്ച് നാളത്തെ പരിചയം, ജീവനക്കാരുമായിട്ടുള്ള നല്ല ബന്ധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തടവുകാർ ചില ബ്ലോക്കുകളിൽ അവരുടെ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കും. ആ ഡോമിനേഷൻ മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് പലപ്പോഴും വരുന്ന പുതിയ ആയിട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുക, പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ തുണി കൂടി നീ കഴുകണം, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം നീ വാങ്ങിച്ച് വെക്കണം, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാത്രം നീ കഴുകി വെക്കണം. അപ്പോൾ അത് ഉദ്യോഗസ്ഥനോട് പരിഹരിക്കാൻ പറ്റാറുണ്ട്, പരാതിപ്പെടാറുണ്ട്. ചില തടവുകാർ അതിനെ പരാതിപ്പെടും, നമ്മളല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരും. അങ്ങനെ ശ്രദ്ധയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിപ്പോൾ പരാതിപ്പെട്ടത് ചിലപ്പം ഒരു ക്ലാഷിനുള്ള കാരണമായി മാറാം. പിന്നെ പലപ്പോഴും ഗ്യാങ്ങുകൾ വരാം ജയിലിനുള്ളിൽ, അവരൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക. അത് മതം ഉണ്ടാവാം, രാഷ്ട്രീയമുണ്ടാവാം, ജാതി ഉണ്ടാവാം. ഒരു ഇഷ്യൂസ് ഉണ്ടാകാതെ അതിനെ മുൻകൂട്ടി കണ്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ജീവനക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഇന്നലെ അത് സ്മെല്ല് ചെയ്യുന്നു എങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ഈ പ്ലാനിങ് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കും. അത് ജയിലിൻ്റെ സ്വഭാവമാണ്. ജയിലിനുള്ളിൽ ഒരു ഇൻ്റലിജൻസ് അവർ ഫോം ചെയ്യും. അത് തടവുകാരെ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും. നമ്മുടെ സമൂഹത്തിൽ ഒരു ക്ലാസ് വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജയിലിനകത്തും ഉണ്ടാവും. ഈ കൊട്ടേഷൻ ഗ്യാങ് അവരൊരു വലിയ പ്രബല വിഭാഗമായിട്ട് ജയിലിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഒരു പ്രബല ഗ്യാങ്ങായിട്ട്, പിന്നെ മോഷണം ചെയ്യുന്നവർ വേറൊരു ഗ്യാങ്, അങ്ങനെ ഒരു വർഗവ്യവസ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ജാതി വ്യവസ്ഥിതി? ജയിലിനുള്ളിൽ ജാതി എന്നുള്ള അല്ലെങ്കിൽ മതം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർഗീകരണമൊന്നും സംഭവിക്കാറില്ല. പലപ്പോഴും അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഒരു ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം പലപ്പോഴും ഉണ്ട്. ഈ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു അന്തേവാസികളുടെ ജീവിതം അടുത്ത് കണ്ടിട്ടുണ്ടോ? വളരെ ഹാൻസമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ അച്ഛൻ്റെ അനുജൻ്റെ മകൾ ബലാത്സംഗ ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടു. മൃതശരീരം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രമിച്ചു. ഇതാണ് ചാർജ്. അങ്ങനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ജയിലിൽ വന്ന ഒരു തടവുകാരൻ. മരിച്ച പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം ചെറുപ്പക്കാരൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ ഈ ചെറുപ്പക്കാരനെ ഇതിനകത്ത് നിരപരാധിയായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛനും ഇളയച്ഛൻ്റെ അമ്മയുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധം ഈ പെൺകുട്ടി വിറ്റ്നസ് ചെയ്യപ്പെടുകയും അവർ പെട്ടെന്ന് ആ പെൺകുട്ടിയെ നിശബ്ദയാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് മൂലം ഉണ്ടായതാണ് ക്രൈം. വ്യക്തിപരമായിട്ട് അവർക്ക് തോന്നിയ കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഈ രണ്ട് പേര് പിന്നീട് അവർ സൂയിസൈഡ് ചെയ്യും. ദിലീപ് റിമാൻഡ് പ്രതിയായിരുന്ന സമയത്തെ പുള്ളി ഷെയ്വ് ഒന്നും ചെയ്യാണ്ട് ഫുൾ താടി വളർത്തി ഉള്ള ചിത്രങ്ങൾ ആ സമയത്ത് ദൃശ്യങ്ങളാണല്ലോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു സിമ്പതി എലമെൻറ്റ് അതൊക്കെ കാണുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിമാൻഡ് പ്രതികൾക്ക് ഷേവ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഉണ്ടോ? എല്ലാ ജയിലുകളിലും ഹെയർ കട്ട് ആൻഡ് ഷേവിങ് അത് ചെയ്യണം എന്ന്, അവരുടെ വ്യക്തി ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യണമെന്നുള്ള കാര്യം നിർബന്ധമാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അലർജിക്കാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ കുറേ ആൾക്കാർ ഒരാൾ തന്നെ ആയിരിക്കും ഷേവ് ചെയ്യുന്നത്. കാരണം ജയിലിലേക്ക് പലപ്പോഴും ബാർബർ കോൺട്രാക്റ്റുകളാണ്. വെളിയിൽ നിന്നുള്ള ഒരാൾ വന്ന് ഹെയർ കട്ടിങ്ങും അതുപോലെ ഷേവിങ് നടത്തിയതിന് ശേഷം പോവാണ്. ചിലർ അവർ പെർമിഷൻ തന്നെ വാങ്ങിക്കും, ഹെയർ കട്ടിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ഷേവിങ്ങിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഈ മുടി വെട്ടാതിരിക്കുന്നതും താടി വടിക്കാതിരിക്കുന്നതും ഒരാളുടെ ചോയ്സാണ് ഒരു റിമാൻഡ് പ്രതിനെ സംബന്ധിച്ച്. ഒരു അയാളുടെ ആ മുടി വളർത്തുന്നതും താടി വളർത്തുന്നതും മറ്റ് തടവുകാർക്ക് ബുദ്ധിമുട്ടാണ് എന്നാരെങ്കിലും പരാതിപ്പെടുകയോ അല്ലെങ്കിൽ അയാളുടെ തന്നെ ആരോഗ്യത്തെ അത് ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധപൂർവ്വം സൂപ്രണ്ട് നടപടി. റിമാൻഡ് പ്രതി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട തടവുകാരാണെങ്കിലോ? അവർ നിർബന്ധപൂർവ്വം ഹെയർ കട്ടിനും ഷേവിങ്ങിനും വിധേയമാകണം.
ഞാൻ ഈ കണ്ണൂർ ജയിലിലെ കുറച്ച് ജീവനക്കാരുടെ അടുത്ത് മുമ്പ് സംസാരിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഗോവിന്ദചാമി കണ്ണൂർ ജയിലിലാണ്, അവിടെയാണ് തടവിൽ കഴിയുന്നത്. അപ്പം പുള്ളീനെ കൊണ്ട് അവിടെ ഭയങ്കര ശല്യമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുക, മലമൂത്ര വിസർജനം തന്നെ അതിൻ്റെ ഉള്ളിൽ ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ നമ്മളേറ്റവും ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ച ചില ക്രിമിനൽസ് ഒക്കെ ഉണ്ടാവില്ലേ? ഗോവിന്ദസ്വാമി ഉൾപ്പെടെ ഒരുപാട് തടവുകാർ അങ്ങനെ പെരുമാറുന്നവരുണ്ട്. ഒരു റിഫർമേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലിന് വിധേയമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഗോവിന്ദസ്വാമി. ചിലർ സിസ്റ്റത്തെ നന്നായിട്ട് ബഹുമാനിക്കുന്നവരാണ്, അവരാണ് കറക്ഷന് പെട്ടെന്ന് ഈസി ആയിട്ട് വിധേയമാകുന്നവർ. കുറച്ച് പേര് നമ്മളുടെ ശ്രമം കൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് വരുന്നവരുണ്ട്. ഇപ്പോൾ ഈ ഗോവിന്ദചാമിനെ പോലെയൊക്കെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെ കൈകാര്യം ചെയ്യും വിഷയം? വലിയ വിഷമാണ് അത്. മറ്റ് തടവുകാർ സഹകരിക്കുകയോ മറ്റ് തടവുകാർ ഈ സിസ്റ്റത്തോട് സഹായിക്കുകയോ ചെയ്യുന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടത്തിക്കൊണ്ട്. അയാൾ ഒറ്റയ്ക്കൊരു സെല്ലിലാണെങ്കിൽ അയാൾ അതിൽ തന്നെ കിടന്ന് അയാൾ തന്നെ അനുഭവിക്കട്ടെ എന്ന് കരുതാൻ പറ്റുമോ? അങ്ങനെയും പറ്റില്ല. അത് വൃത്തിയാക്കേണ്ട ആവും. അത് വൃത്തിയാക്കേണ്ട ചുമതല ഈ ജയിൽ ആ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെതാണ്. അയാളെ വൃത്തിയായിട്ട് നിർത്തുക എന്നുള്ളതും. മറ്റ് അന്തേവാസികൾ വൃത്തിയാക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. ഇല്ല, അങ്ങനെയില്ല. ക്ലീനിങ് സ്റ്റാഫ് വേറെ ഇല്ല. ജയിൽ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ അത് ചെയ്യേണ്ടി. ഒരു സൂപ്രണ്ട് രാവിലെ അദ്ദേഹം കുറച്ച് സമയം ജയിലിനുള്ളിൽ ഒരു കച്ചേരി എന്ന് വിളിക്കുന്ന, പണ്ട് മുതൽ കച്ചേരി എന്നറിയപ്പെടുന്ന ഒരു രീതിയിൽ അദ്ദേഹം ഇരിക്കും. അപ്പോൾ ജയിലർമാരും മറ്റുദ്യോഗസ്ഥരെല്ലാം ഉണ്ടാവും ജയിലിനുള്ളിൽ. അപ്പോൾ തടവുകാരിൽ പരാതി പറയാനുള്ളവർക്ക് മുൻകൂട്ടി എനിക്ക് നാളെ സൂപ്രണ്ട് മുമ്പിൽ ഹാജരായി പരാതി പറയാനുണ്ട് എന്നറിയിച്ചാൽ ഈ കച്ചേരിയിൽ സൂപ്രണ്ട് പരാതി കേൾക്കാം. ഇനി സ്വമേധയാ ഇത്തരം പരാതി വരുന്നില്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബ്ലോക്കുകളിലും, ഈ കച്ചേരി കഴിഞ്ഞിട്ട് സൂപ്രണ്ട് എല്ലാ ബ്ലോക്കുകളിലും പോകും. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ളതാണ് സൂപ്രണ്ട് ചോദിക്കുക, പരാതി പറയാനുള്ള സമയം. പക്ഷേ ഈ പരാതികൾ മാത്രം പറയും തടവുകാരൻ. പണ്ട് ജയിലിലേക്ക് വരുമ്പോൾ നടയടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ അന്നത്തെ ജയിലുകളിൽ നിന്ന് ഇപ്പോഴത്തെ ജയിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശരിക്കും ഈ നടയടി എന്ന് പറഞ്ഞ സംഭവം പണ്ട് ഉണ്ടായിരുന്നിരിക്കാം. ശിക്ഷ എന്ന് പറയുന്നതാണ് ജയിൽ എന്ന് ഉള്ളൊരു മനോഭാവത്തിൽ ജയിൽ പ്രവർത്തിച്ചിരുന്ന കാലമുണ്ട്. ആ കാലത്ത് ജയിലിനുള്ളിലേക്ക് വരുന്നവർ ഇത്തരത്തിലുള്ള മർദ്ദനത്തിനോ അല്ലെങ്കിൽ പീഡനത്തിനോ വിധേയമാകേണ്ടതുണ്ട് എന്നുള്ള നമ്മുടെ പഴയ കൺസെപ്റ്റ്. കൂടുതൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ, കറക്ഷൻ അല്ല എന്നുള്ള രീതിയിൽ. ശിക്ഷയാണ് ജയിൽ എന്നുള്ള രീതി. പക്ഷേ ഇന്നിപ്പോഴങ്ങനെയല്ല. ജയിലിൽ അയാൾക്കൊരു പണിഷ്മെൻ്റായിട്ട് മാറാൻ പാടില്ല എന്ന് തന്നെയാണ് തുടരെയുള്ള ജഡ്ജ്മെൻറ്റുകളിലൂടെ സുപ്രീം കോടതിയും അതുപോലെ തന്നെ മറ്റു കോടതികളും ഒക്കെ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്വയം കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്തെല്ലാം ഭൗതിക സാഹചര്യങ്ങളാണ് നിലവിൽ ജയിലിലുള്ളത്? ഈ പുറത്തെ ഭരണഘടന എനിക്ക് നൽകിയിട്ടുള്ള എന്തൊരു വിപുലമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എനിക്ക് പുറത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം. ഞാനിപ്പോൾ മുണ്ടും ഷർട്ടും ധരിച്ചിരിക്കുന്നു, ഇതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇത്രയും സമയം നിലീനയോട് സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നു. അവിടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല, തരുന്ന വസ്ത്രം ധരിക്കണം, അത് ധരിക്കണം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ലഭ്യമാകുന്ന ഭക്ഷണം അത് കഴിക്കണം. ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റില്ല, ഏൽപ്പിക്കുന്ന ജോലി ചെയ്യണം. ഇഷ്ടമുള്ളപ്പോൾ എണീക്കാൻ സാധിക്കില്ല, വിളിക്കുമ്പോൾ എണീക്കണം. അപ്പോൾ ആ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുമ്പോൾ ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയും ആ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഞാൻ വളർത്തുകയും ആ സ്വാതന്ത്ര്യം വിലപ്പെട്ടതാണെന്നുള്ള ധാരണ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ജയിലിനുള്ളിൽ നൽകുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അയാൾ പുറത്ത് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ജയിലിനുള്ളിലേക്ക് ഇനി മടങ്ങി വരാൻ ഞാൻ തയ്യാറില്ല. കാരണം ആ സ്വാതന്ത്ര്യം, വെളിയിൽ എനിക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്നതാണ് ഇതിനുള്ളിലെ പരിമിതമായിട്ടുള്ള ഈ പാരതന്ത്ര്യത്തെക്കാൾ നല്ലത് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാംസ് ജയിലിനുള്ളിൽ നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് വായന എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത്, വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, പരിശീലനങ്ങൾ, ജയിലിനുള്ളിൽ നടക്കുന്ന കലാപ്രവർത്തനങ്ങൾ, കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള പ്രാർത്ഥനകൾ, മതബോധന ക്ലാസ്സുകൾ. അപ്പോൾ ഇങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ജയിലിനുള്ളിലുണ്ട്. സെൻട്രൽ ജയിലുകളിൽ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ലൈബ്രറിയാണ്. ശരാശരി 20,000 പുസ്തകങ്ങളുള്ള വലിയ ലൈബ്രറികളാണ് ജയിലിനുള്ളിൽ. അവിടെ വെക്കുന്ന പുസ്തകങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്. നല്ല പുസ്തകങ്ങളുടെ സെലക്ഷൻ അത് പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. നല്ല പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന്
നല്ല പ്രസാധകരിൽ നിന്ന് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ചിലപ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കമ്മിറ്റികളെ രൂപീകരിക്കാറുണ്ട്. ഈ റേപ്പ് കൺവിക്സ് ഉണ്ടല്ലോ, ബലാത്സംഗ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്, ഇത്തരം കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്നൊരു സെക്ഷൽ ഡ്രൈവ് ഉണ്ടായിട്ടാണോ അവർ ഈ കുറ്റകൃത്യം ചെയ്യുന്നത്, അതോ ഈ ഇരകളുടെ മേലുള്ള ഒരു അധികാര പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണോ അവർ ഈ ക്രൈം ചെയ്തിട്ടുള്ളത്? ഇവരുടെ ഒരു മൊത്തത്തിൽ ഇവരെ പഠിച്ചതിൽ നിന്ന് എന്താ തോന്നിയിട്ടുള്ള ഒരു കോമൺ എലമെൻറ്റ് എന്ന് പറയുന്നത്? സത്യത്തിൽ നിലീന ചോദിച്ച ഈ കാര്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജയിൽ വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യത്തിൽപ്പെട്ട് വന്ന കുറ്റവാളികളുടെ കാര്യത്തിൽ ഒരു റിസർച്ചോ അനാലിസിസോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിവ്യൂ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അത്തരത്തിലുള്ള സ്റ്റഡി നടത്തുന്നില്ല. അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ തരത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത്, ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഈ തടവ് ശിക്ഷ മാത്രം മതിയോ, വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് അതിന് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലേക്കൊരു ആലോചന വേണ്ടതാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള കേസസിൻ്റെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സാധനമല്ലേ സ്റ്റോക്കിംഗ് കൊലപാതകങ്ങൾ, ആസിഡ് ഒഴിച്ചും പ്രണയം നിരസിക്കുമ്പോഴത്തേക്ക് ആസിഡ് ഒഴിച്ച്, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താണ് അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ? ചെറുപ്പക്കാരിൽ കുറ്റകൃത്യം നടത്തിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള പെട്ടെന്ന് റിപ്പൻറ്റൻസ് അങ്ങനെയൊന്നും ഇപ്പോൾ ആൾക്കാരങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. ആ കാര്യം, ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പനിങ് അതിപ്പോഴും ആവർത്തിച്ചു എന്ന് വരില്ല. കാരണം പക്ഷേ അതിനകത്ത് പശ്ചാത്താപം എന്ന് പറയുന്നൊരവസ്ഥ കുറവ് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമല്ല, ഗുരുതരമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ജയിലിനകം എന്ന് പറയുന്നത് ഈ സിനിമകളും പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു അറിവ്. അപ്പോൾ ഈ അടുത്ത് വന്ന ജയിലർ എന്ന് പറഞ്ഞ സിനിമ വളരെയധികം ആഘോഷിക്കപ്പെട്ടൊരു സിനിമയാണ്. ആ ജയിലറിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ശരിക്കുമുള്ള ജയിൽ? അതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇല്ല. സിനിമകളാണ് യഥാർത്ഥത്തിൽ ജയിലുകളെക്കുറിച്ച് വേറൊരു ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ജയിലിൻ്റെ കാര്യം ഭാവതീവ്രമായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയും കണ്ടിട്ടില്ല. ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്കും ജയിലുകൾക്കും തമ്മിൽ, തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ഡൽഹിയിലെ എന്നൊക്കെ പറയുന്ന ജയിലുകൾക്കും ഇതും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ല. ജയിലുകൾ വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ തടവുകാർ സാധാരണ മനുഷ്യരെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യർക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്? ജയിലിനുള്ളിൽ കിടക്കുന്നവർ മുഴുവൻ ഒരുതരം ഹിംസ്ര മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു ധാരണയുണ്ട് സാധാരണ ജനങ്ങൾക്കുള്ള. എങ്ങനെ? കാരണം ആദ്യം 30 വർഷത്തിന് മുമ്പ്, 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഞാനൊരു ശരാശരി മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജയിലിൽ എങ്ങനെ ജോലി ചെയ്യും എന്നായിരുന്നു എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ ചോദിച്ചത്. മോഷണമാണെങ്കിലും കൊലപാതകമാണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യമാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പ്രത്യേക അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്, കുറ്റമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ആ കുറ്റം സൃഷ്ടിക്കപ്പെടുകയും ആ കുറ്റം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റവാളി ഉണ്ടാവുകയുമാണ്. അപ്പോൾ കുറ്റം ആദ്യം സമൂഹം കുറ്റം ഉണ്ടാക്കുകയും കുറ്റവാളി അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ അതിന് ശേഷമോ അതിന് മുന്നോ അയാൾ സാധാരണ മനുഷ്യനായിട്ട് തന്നെയൊക്കെ പെരുമാറാം, സാധാരണ അവസ്ഥയിലൊക്കെ ജീവിക്കാം. ഈ ജയിൽ പ്രിസൺ ഓഫീസർമാർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സമ്പർക്കം പുലർത്തുന്നതൊക്കെ കൂടുതലും കുറ്റവാളികളുമായിട്ടാണല്ലോ. അപ്പോൾ ഈ കുറ്റവാളികളുമായിട്ടുള്ള ഈ നിരന്തര സമ്പർക്കം എത്രത്തോളം ഇവരുടെ ഒരു ജീവിതത്തെയും മാനസികാരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട്? വിഷം പാനം ചെയ്ത പരമശിവന്മാരാണ് ജയിലുദ്യോഗസ്ഥർ എന്ന് ഞാനൊരിക്കൽ സംസാരിച്ചപ്പോൾ സംസാരമധ്യേ പറഞ്ഞൊരു കാര്യമാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് കാളകൂട വിഷം ആഹരിക്കേണ്ടി വന്ന ശിവൻ കണ്ഠത്തിൽ അത് കെട്ടി നിർത്തി ഉള്ളിലേക്ക് പോകാതെ അതങ്ങനെ ബാധിക്കാത്ത തരത്തിൽ അങ്ങനെ നിലനിർത്തി പോകുന്നു. എന്നാൽ ആ വിഷം അദ്ദേഹത്തെ ഗ്രസിക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു ജയിലുദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവിക പരിണതിയാണ്. നിരന്തരമായിട്ട് കുറ്റവാളികളെ മാത്രമാണ് കാണുന്നത്. ഒരാൾ ബലാത്സംഗം ചെയ്ത ആൾ, ഒരാൾ കുട്ടികളെ പീഡിപ്പിച്ചയാൾ, ഒരാൾ മോഷണം നടത്തിയ ആൾ, അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ സഹകരിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ്. കുറ്റങ്ങൾ സാധാരണമല്ല എന്നുള്ളൊരു മനോഭാവം, ആ മനോഭാവം കുറയും. അത് നോർമലൈസ് ചെയ്യപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട കുഴപ്പമുണ്ട്. ഒരു മനുഷ്യൻ്റെ നന്മകളിലേക്കല്ല, മറിച്ച് അയാളുടെ വീഴ്ചകളിലേക്ക് അല്ലെങ്കിൽ കുറവുകളിലേക്ക് ആണ് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മുഖം തിരിഞ്ഞു പോവുക. ഉദാഹരണത്തിന് ഒരു വീട്ടിൻ്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ജയിലുദ്യോഗസ്ഥൻ ഒരുപാട് കോഷ്യസ് ആവും. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നു, വീട്ടിനകത്തേക്ക് കയറണോ എന്ന് സംശയിക്കുന്നു, വീട്ടിനുള്ളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആവുന്നു. ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അസമയത്ത് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീ
ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അസമയത്ത് ചിലപ്പോൾ ഭർത്താവിനെ കാത്തു നിൽക്കായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ വരാൻ കാത്തു നിൽക്കായിരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു ജയിൽ ഉദ്യോഗസ്ഥനുള്ള തരത്തിൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഈ സ്ത്രീ നിൽക്കുന്നത് എന്തോ പ്രശ്നവുമായിട്ടാണ്. അപ്പോൾ ഈ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി, കുഴപ്പം, കുറ്റം, സാധ്യത, അതായത് ഈ ഊണിലും ഉറക്കത്തിലും നിത്യജീവിതത്തിലും മുഴുവനും കാണുന്നവരെല്ലാം പ്രശ്നങ്ങളും. അതെ. അപ്പോൾ ഈ ജയിൽ ഓഫീസർമാർക്ക് ഈ ജയിലിലെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ അവരുടെ സ്വഭാവത്തിൽ കാര്യമായ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? അതിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനോ ഉള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ വ്യവസ്ഥകളോ ഉണ്ടോ ജയിലിനുള്ളിൽ? ജയിൽ വകുപ്പ് അധ്യക്ഷൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ വെൽഫെയർ ഓഫീസർമാരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചെയ്തു. വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആലോചന നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ആ സാഹചര്യത്തോട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു എന്നുള്ളതുമാണ് എൻ്റെ ഒരു അനുഭവം. പ്രിസൺ ഓഫീസറുടെ വേതനം ഭേദപ്പെട്ട വേതനമാണ്. പക്ഷേ ആ വേതനത്തിനേക്കാൾ വളരെ തുച്ഛമായിട്ടുള്ള വേതനം ലഭിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഈ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ടെൻഡൻസി ജീവനക്കാരുടെ ഇടയിലുണ്ട്. ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ബോണ്ട് തുക കെട്ടിവെച്ചിട്ട് പോലും ഒരുപാട് പേര് ജോലി ഉപേക്ഷിച്ച് പോകുന്നു. അതുപോലെ ഓഫീസേഴ്സിൻ്റെ എപ്പോഴും തസ്തികകൾ വേക്കൻ്റായി കിടക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള 3-4 പേരുടെയെങ്കിലും ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള ജോലിസ്ഥലത്തെയും വീട്ടിൽ നന്നായി പെരുമാറാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട്. വീടിൻ്റെ ഗ്രഹാന്തരീക്ഷം മോശമാവും, കുട്ടികളോടുള്ള പെരുമാറ്റം മോശമാവും, അതല്ലെങ്കിൽ ഭാര്യയോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ വിഷമതകളുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷം പലപ്പോഴും സംശയിക്കുക, കുട്ടികളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ അവർക്ക് സ്നേഹമില്ല എന്ന് തോന്നുക, മദ്യത്തെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഈ 6 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിലെ കുട്ടികൾ ഈ വീട്ടിലേക്ക് വന്ന് ബാഗും യൂണിഫോമും വലിച്ചെറിയുന്നത് പോലെ എങ്ങനെയെങ്കിലും യൂണിഫോം ഒന്ന് ഊരിയിട്ട് ക്വാർട്ടേഴ്സിലൊന്ന് കയറിയിട്ട് ഉടൻ തന്നെ പുറത്തിറങ്ങി ഒരു മദ്യശാലയിലേക്ക് പോകുന്ന ഒരുപാട് സഹപ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മരിക്കാൻ തക്ക വിധമൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ എന്താണ് അവർക്ക്? ഒരുപാട് തടവുകാരും അവരുടെ കഥകൾ പറയുന്നു. ആ അനുഭവങ്ങളുടെ ഒരു അംശം ജയിൽ ഉദ്യോഗസ്ഥനും പേറും. വീട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ കേന്ദ്രമായിരിക്കണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ പ്രശ്നങ്ങളുമായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങും. രാവിലെ വളരെ ഫ്രഷായിട്ട് ജയിലിനുള്ളിലേക്ക് കയറുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ വൈകുന്നേരം ഈ ഒരുപാട് പ്രോബ്ലംസുമായിട്ടാണ് വെളിയിലിറങ്ങുന്നത്. പക്ഷെ അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഇയാളുടെ പ്രത്യേക ജോലി ചെയ്തതിന് ശേഷം മനസ്സുകൊണ്ട് ജോലി ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങി വരുന്ന ഒരാളാണ് എന്ന് വീട്ടിൽ തിരിച്ചറിയപ്പെട്ടില്ലെങ്കിൽ അത് വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അത് സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ടും വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് പരാതിപ്പെടുന്ന ഭാര്യ അല്ലെങ്കിൽ ആവശ്യമറിയിക്കുന്ന മക്കൾ, അതല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ചും കൂടി കൺസിഡറേറ്റ് ആയിട്ട് പെരുമാറണം. ഇല്ലെങ്കിൽ അത് അയാളെ. അപ്പം ജീവനക്കാർക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്താൽ പോരാ, കുടുംബാംഗങ്ങൾക്ക് കൂടി കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരം ജയിലുകളുണ്ട്. ജയിലിന് പല ഡിവിഷനുകളുണ്ട്, സെൻട്രൽ ജയിൽ, സബ് ജയിൽ. ഇതൊക്കെ ഓരോന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത് സബ് ജയിൽസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഏറ്റവും മിനിമം സൗകര്യങ്ങളുള്ള, മിനിമം ഉദ്യോഗസ്ഥരുള്ള, റിമാൻഡ് തടവുകാരെയും അതുപോലെ തന്നെ അണ്ടർ ട്രയൽസിനെയും മാത്രം സൂക്ഷിക്കാൻ ബാധ്യതയുള്ള, ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ സൂക്ഷിക്കുന്ന ചെറിയ ജയിലുകൾ. കറക്ഷൻ പോലെയുള്ള ഒരു കാര്യവും അവിടെ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് വിചാരണ തടവുകാരെ മാത്രമാണ് സൂക്ഷിക്കുന്നത്. അതിന് മുകളിലുള്ള സ്ഥാപനം എന്ന് പറയുന്നത് സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ 3 മാസം വരെ കൺവിക്റ്റ് ചെയ്യപ്പെടുന്ന, ശിക്ഷിക്കപ്പെടുന്ന തടവുകാരെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിമാൻഡ് തടവുകാർ, അതുപോലെ അണ്ടർ ട്രയൽസ്, വിചാരണ തടവുകാർ. അതിന് മുകളിലുള്ളത് ജില്ലാ ജയിൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്. 6 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരുണ്ടാവും, റിമാൻഡ് തടവുകാർ, അതുപോലെ തന്നെ വിചാരണ തടവുകാർ, അങ്ങനെയുള്ള തടവുകാരടങ്ങുന്നത്. ജില്ലാ ജയിലിന് മുകളിലാണ് സെൻട്രൽ ജയിലുകൾ എന്ന് പറയുന്നത്. കറക്ഷണൽ ഹോമായിട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ പ്രിസൺസാണ്. കേരളത്തിൽ ഇപ്പോൾ 4 സെൻട്രൽ ജയിലുകളുണ്ട്. സെൻട്രൽ ജയിലുകളുടെ ഒരു എക്സ്റ്റൻഷൻ സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഓപ്പൺ ജയിലുകൾ. കൗമാരക്കാരായിട്ടുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. തൃക്കാക്കരയിൽ ഒരു ബോസ്റ്റൽ സ്കൂളുണ്ട്. 3 മേഖലയിൽ 3 വനിതാ ജയിലുകളുണ്ട്, ഒരു വനിതാ ഓപ്പൺ ജയിലുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലും പ്രവർത്തിക്കുന്നു. ഇപ്പം ഇത്രയാണ് നമ്മളുടെ
ജയിലുകളുടെ ഒരു ഡിവിഷൻ. ഏതെല്ലാം പരീക്ഷകളിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയൊക്കെ പോയിട്ടാണ് ഒരാൾ പ്രിസൺ ഓഫീസർ ആവുന്നത്? 2 ലെവലിലാണ് ജയിലിലേക്ക് റിക്രൂട്ട്മെൻ്റ് ഉള്ളത്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക, ആ തസ്തികയിലേക്ക് PSC മുഖാന്തരം നിയമനം ലഭിക്കുന്നു. അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള നിയമനത്തിന് ബിരുദ തലത്തിലുള്ള പരീക്ഷയും അതിനുള്ള നിയമനം ആ തരത്തിലാണ് സംഭവിക്കുന്നത്. വെൽഫെയർ ഓഫീസർ MSW അല്ലെങ്കിൽ MA സോഷ്യോളജി അത്തരത്തിലുള്ള സോഷ്യൽ വർക്കിൽ കൃത്യമായിട്ട് യോഗ്യതയുള്ളവരെ അങ്ങനെ നിയമിക്കുന്നുണ്ട് വെൽഫെയർ ഓഫീസർമാരായിട്ട്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ നിയമനം കിട്ടുന്നവർക്ക് പരമാവധി ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തിക വരെ, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഗ്രേഡ് 2 തസ്തികയിലേക്കൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ജയിൽ സൂപ്രണ്ട് DIG വരെ അവർക്ക് പ്രൊമോഷൻ കിട്ടാം. ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ അവർ കൃത്യമായി പുലർത്തേണ്ട ഒരു ധാർമ്മികത എന്താണ്? കേരളത്തിലെ ജയിലുകളിൽ മതാധിഷ്ഠിതമായിട്ടുള്ള ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. പക്ഷേ അവരുടെ കയ്യിലുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് മതമാണ്, മതബോധനമാണ്, പ്രാർത്ഥനയാണ്. മതത്തിന് വിഭിന്നമായിട്ടുള്ള ചില സംഘടനകൾ ജയിലിനുള്ളിൽ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നാൽ, പ്രത്യേകിച്ച് മനുഷ്യാവകാശം, തടവുകാരുടെ അവകാശങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, നിലനിൽക്കുന്ന നിയമങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘടനകൾ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാഹചര്യമുള്ളൊരു വലിയ മേഖലയാണ് ജയിലുകൾ. ലീഗലി ഒരുപാട് ആവശ്യങ്ങളുള്ള തടവുകാരുണ്ട്, ആഫ്റ്റർ കെയർ ആവശ്യമുള്ള തടവുകാരുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തത് മൂലം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന തടവുകാരുണ്ട്. ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന സംഘടനകൾ ഈ മേഖലയിൽ കടന്നു വന്നാൽ അത് നന്നായിരിക്കും. അതുകൂടാതെ സാംസ്കാരിക സംഘടനകൾക്ക് ജയിലിനുള്ളിൽ പ്രവർത്തിക്കാം. അതുപോലെ തന്നെ ജയിൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ആൾക്കാർക്ക് വാങ്ങിച്ചുപയോഗിക്കാം. ജയിലിനുള്ളിലുള്ള കലാകാരന്മാരുണ്ടാക്കുന്ന കരകൗശല സാധനങ്ങളോ അത്തരത്തിലുള്ള സൃഷ്ടികളോ ഒക്കെ ഉണ്ടാവും. അത് വില കൊടുത്ത് വാങ്ങിച്ചവരെ സഹായിക്കാം. ജയിലിൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളുണ്ടല്ലോ, അന്തേവാസികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് അവരവരുടെ ഫ്രസ്ട്രേഷൻ അതിൽ തീർക്കും എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിലെ ചിലരെങ്കിലും പ്രകടിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം ഹൈജീനിക് ആയിട്ടാണ് അവിടെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് പറയാം. ഒരാളിനെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ക്ഷണിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴാണ്. നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അപരിചിതനാണെങ്കിൽ നമ്മൾ അയാളെ പോർട്ടിക്കോയിൽ നിർത്തി സംസാരിക്കും. കുറച്ചുകൂടി അടുപ്പമുണ്ടെങ്കിൽ നമ്മൾ അയാളെ പൂമുഖത്തേക്ക് ക്ഷണിക്കും. നമ്മളുടെ തീന്മേശയിലേക്ക് ഒരാളിനെ ക്ഷണിക്കുന്നത് അത്ര ഹൃദയൈക്യം ഉണ്ടാകുമ്പോൾ മാത്രം. ജയിലിനുള്ളിൽ കിടക്കുന്ന തടവുകാരൻ അയാളുടെ സമൂഹത്തിനോടുള്ള അയാളുടെ ഒരു ഹൃദയൈക്യം പ്രഖ്യാപിക്കലാണ് അയാളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒരു കാരണവശാലും ഒരു സംശയവും അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനകത്ത് കരുതേണ്ടതില്ല. മാനസികമായിട്ടുള്ള മോശം ചിന്തയും അല്ല അയാൾ പ്രിപ്പയർ ചെയ്യുന്നത്. മറിച്ച് ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഒരുപാട് പേരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അയാൾക്കുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ചീമേനി ഓപ്പൺ ജയിലിൽ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് അവിടുന്ന് കാഞ്ഞങ്ങാട്, പയ്യന്നൂർ എന്നീ 2 സ്ഥലങ്ങളിലേക്ക് മൊബൈൽ വാഹനങ്ങളിൽ നമ്മൾ ബിരിയാണി കൊണ്ടുപോകും. ബാലൻ എന്ന് വിളിക്കുന്ന ഒരു സീനിയർ തടവുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ബിരിയാണി 2 സ്ഥലത്ത്. അയാൾ വലിയ ആവേശത്തോടു കൂടിയാണ് വരുന്നത്. ഞാനത് കണ്ടിട്ട് ഞാൻ ചോദിക്കും, ബാലൻ ഇന്നലെ നിങ്ങൾക്ക് സുഖമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇല്ല സർ, ഇത് ഞാൻ ഉച്ചവരെ ചെയ്താൽ മതിയല്ലോ, 10 മണിയാകുമ്പോഴത്തേക്ക് ഇത് എല്ലാം പാക്ക് ചെയ്ത് കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അയാളത് കൊണ്ടുവരുന്നു. അയാൾ തന്നെ താൻ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നു. ഇതുപോലെയുള്ള ധാരാളം, ഞാനൊരു ബാലൻ്റെ പേര് പറഞ്ഞു. പുറം ലോകവുമായിട്ട് അവർക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ആനന്ദത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ടാണ് ആ പണി എടുക്കുന്നതെന്നാണ് സാർ. അപ്പം ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾ, ആശങ്കകൾ, പിന്നെ നമുക്ക് അറിവില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. ഓക്കെ.